പിന്നെ രണ്ടാമത് വന്ന് ഞങ്ങൾ കിടന്ന് കുറച്ച് കഴിയുമ്പോൾ പിന്നെയും ഭാര്യ പറഞ്ഞു പിന്നെ സൗണ്ട് കേൾക്കുന്നുണ്ട് പറഞ്ഞു. പിന്നെ ലൈറ്റ് ഇട്ട് പോയി നോക്കുമ്പോൾ കരടി ചക്ക കടിച്ചിങ്ങനെ പറിക്കുന്നുണ്ട്. പിന്നെ കരടിക്ക് മൊത്തത്തിൽ ഉറക്കം കുറവെന്നാണ് പറയുന്നത്. അതെ അതെ, കുറച്ച് കാര്യമാണ് പറയുന്നത്. ഒരു ആന വരുന്നതിലും കഷ്ടമല്ലേ അത് പിന്നെ ആനവരുടെ സൗണ്ടും കേൾക്കാം. ഇതിപ്പോ പെട്ടെന്നാകുമ്പോൾ പറമ്പിൽ തന്നെ ഇപ്പൊ പോകാൻ പേടിയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ എപ്പോഴായിട്ടങ്ങൾ വന്ന് കടിച്ചു മാന്തി തിന്നാന്ന് അറിയില്ലല്ലോ. പിള്ളേരൊക്കെ വളരെ സൂക്ഷിച്ചിട്ടാ വിടുന്നത്. സ്കൂളിലൊക്കെ പോകുന്നവരല്ലേ? രാത്രി ഒന്നും ആരും പുറത്തേക്ക് ഇറങ്ങാറില്ല ഇവിടങ്ങളിൽ, ഈ കരടിനെ പേടിച്ചിട്ട്. പലരും കാണുന്നുണ്ടല്ലേ? പലരും കാണുന്നുണ്ട്. ഈ പ്രദേശത്ത് ഉണ്ട് കരടി. ഇന്നലെ മിഞ്ഞാന്ന് രാത്രിയും വയലിൽ നിന്ന് കൂക്കണ്ടായിരുന്നു. ഇതിന്റെ താഴെ വയല വയലിൽ നിന്ന് കൂക്കണ്ടായിരുന്നു. ആ പ്ലാവില് രാത്രി വന്ന് ഒരു ശബ്ദം കേട്ട് എനിക്ക് നോക്കിയപ്പം ഒരു കറുത്ത രൂപം കണ്ടു. ആ രൂപം ഇങ്ങനെ നോക്കി നിന്നപ്പോ അത് കരടിയായിരുന്നു. ഞാൻ പേടിച്ചുള്ളിൽ കയറി. എന്നിട്ട് പിന്നെ എങ്ങോട്ടാ? ഏത് ഭാഗത്തേക്കാ പോയി? പുറവശത്തേക്കാ പോയി? പുറവശത്തേക്ക്. അതിൽ തന്നെ വന്നത്. അതിൽ 2 പ്രാവശ്യം പോയത് അതിൽ തന്നെ. ഓഹോ, കാൽപ്പാടും എല്ലാം കിട്ടിയാ? കാൽപ്പാടുണ്ട് അവിടെ. കാൽപ്പാട് നോക്കി ഇവിടെ നോക്കുമ്പോൾ കറക്റ്റ് മനസ്സിലാകും കേട്ടോ. കയറിയ മരത്തെ കയറിയ പാടുണ്ടല്ലേ? വാഴ കൃഷിക്ക് ചെയ്ത് ഒഴിവാക്കി. എന്താ കാരണം ഈ കുരങ്ങ് കാരണം തൈ വരുമ്പോഴും ചീന്തിക്കളയും, കൊല വന്നാലും ഇരിഞ്ഞു കൊണ്ടുപോകും. പിന്നെ ആ കൃഷിയൊക്കെ ഒന്നും ചെയ്യാനും പറ്റില്ല. അതിപ്പോ ഞങ്ങൾ മാത്രമല്ല, ഇവിടെ ഒരു 4-5 ആൾക്കാരൊക്കെ കൃഷി ഒഴിവാക്കി, വാഴ കൃഷി ഒഴിവാക്കി. അതൊക്കെ ദർശായി കിടക്കുകയാണ്. അതുപോലെ കാപ്പി തൈൻ്റെ കൂമ്പൊടിച്ച് കളയുക. വലിയ വലിയ ശല്യങ്ങളാണ് നമ്മുടെ ഈ പ്രദേശത്തുള്ളത്. ഒരാൾക്ക് നല്ല എല്ലാവർക്കും കൃഷി ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയിലാണ്. നമസ്കാരം, ഞാനിപ്പോൾ ഉള്ളത് വയനാട് ജില്ലയിലെ ചീരാൽ എന്ന് പറയുന്ന പ്രദേശത്താണ്. കഴിഞ്ഞ 4 മാസമായിട്ട് നമ്മൾ നിരവധി വീഡിയോകൾ നമ്മൾ ഈ ഒരു പ്രദേശത്തെക്കുറിച്ചും ഇവിടെയുള്ള വന്യമൃഗ പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് പ്രധാനമായിട്ട് ഇവിടെ പുലിശല്യമാണ്. പുലി നിരവധി വളർത്തുമൃഗങ്ങളെ കഴിഞ്ഞ ഒരു 4 മാസത്തിനിടയ്ക്ക് ഒരു 10-21 വളർത്തുമൃഗങ്ങളെങ്കിലും പുലി പിടിക്കുന്ന സാഹചര്യം ഉണ്ടായി. പലരും പുലിയെ നേരിട്ട് കാണുന്ന സാഹചര്യം ഉണ്ടായി. മാത്രമല്ല 2 പുലികളെ ഈ ഒരു പ്രദേശത്തുനിന്നും അതുപോലെ തന്നെ തൊട്ടടുത്ത തമിഴ്നാട് പ്രദേശത്തുനിന്നും അങ്ങനെ കൂട് വെച്ച് പിടികൂടുന്ന സാഹചര്യം ഉണ്ടായി. അതിനുശേഷം ഈ പ്രദേശത്ത് പുലിശല്യം കണ്ടിന്യൂ ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരിടയ്ക്ക് ഇവിടെ ഈ ഒരു പ്രദേശത്ത് കടുവാശല്യവും വന്നത്. അതും കഴിഞ്ഞ് ഇപ്പോൾ പുതിയൊരു പ്രശ്നം തുടങ്ങിയിരിക്കുകയാണ്. ഈ ഒരു പ്രദേശത്ത് കരടി ശല്യം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഒരു കരടി ഈ ഒരു പ്രദേശത്തോടെ കറങ്ങി നടക്കുകയാണ്. അല്ലെങ്കിൽ വീടിൻ്റെ മുറ്റത്തിരുന്ന് ചക്കയൊക്കെ പൊളിച്ച് തിന്നുന്ന വീഡിയോ ഒക്കെയാണ് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത്. ഏതായാലും കഴിഞ്ഞ ഒരു 3-4 ദിവസത്തിനിടയ്ക്ക് കരടിയെ നേരിട്ട് കണ്ട, അല്ലെങ്കിൽ കരടി വന്നു എന്ന് ആളുകൾ പറയുന്ന പ്രദേശത്തേക്കാണ് ഞാൻ പോകുന്നത്. അവിടെ നമുക്ക് ഒരു വീഡിയോ കിട്ടിയ കാര്യം ഞാൻ പറഞ്ഞിരുന്നു. ആ വീഡിയോ ഞാനിപ്പോൾ കാണിച്ചു തരാം. ഇപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, ഈ വീഡിയോ നടന്ന പ്രദേശത്തേക്കും അതുപോലെ തന്നെ അതിന് 2 ദിവസം മുന്നേ കരടി വന്ന പ്രദേശങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ കാണാനായിട്ട് വന്ന്. ഞാനിപ്പോൾ ഉള്ളത് ഈസ്റ്റ് ചീരാൽ എന്ന് പറയുന്ന പ്രദേശത്താണ്. ഇവിടെ കുടുക്കി എന്ന് പറയുന്ന പ്രദേശത്താണ് ഞാനിപ്പോൾ കറക്റ്റായിട്ടുള്ള ലൊക്കേഷൻ പറയുകയാണെങ്കിൽ. അപ്പോൾ ഇവിടെ കഴിഞ്ഞ ദിവസം കരടിയെ കാണുന്നൊരു സാഹചര്യം ഉണ്ട്. അതായത് 4 ദിവസം കഴിഞ്ഞു. നമ്മൾ ഏതായാലും ആ ഒരു പ്രദേശത്തേക്കാണ് പോകുന്നത് കേട്ടോ. തികഞ്ഞ ജനവാസ മേഖലയാണ്. ഇതുപോലെ എല്ലായിടത്തും വീടുകളും കാര്യങ്ങളും തോട്ടങ്ങളും ഒക്കെ ആയിട്ടുള്ള പ്രദേശങ്ങൾ. എല്ലായിടത്തും വീടുണ്ട് കേട്ടോ. അവിടെ ഒരു വീടുണ്ട്, ഇവിടെ താഴെ 2 വീടുണ്ട്. ഞാനിപ്പോൾ ഈ വരുന്ന വഴി കംപ്ലീറ്റ് വീടുകളുണ്ടായിരുന്ന പ്രദേശങ്ങൾ തന്നെയാണ്. ഏതായാലും ഈ ഒരു വീട്ടിലാണ് കഴിഞ്ഞ 4 ദിവസം മുന്നേ, അതായത് ഒരു ശനിയാഴ്ച രാത്രിയോടുകൂടെ കരടി വന്നത് എന്ന് പറയുന്നത്. ഏതായാലും നമുക്ക് ആ വീട്ടുകാരെ തന്നെ നേരിട്ട് കണ്ട് അവരോട് തന്നെ സംസാരിക്കാം കേട്ടോ. ഏതായാലും ഈ വീട്ടിലെ ആൾ നമ്മുടെ കൂടെ ഉണ്ട്. ചേട്ടൻ്റെ പേരെങ്ങനെയാണ്? എൻ്റെ പേര് ജോർജ്. ഈ സ്ഥലം കുടുക്കിയില്ലേ? ഈ സ്ഥലം കുളകമ്പയിൽ. ഇവിടെ കഴിഞ്ഞ ദിവസം എന്താണ് കരടിയെ നേരിട്ട് കാണുന്നൊരു സാഹചര്യം ഉണ്ടായോ? എൻ്റെ പറമ്പിൽ ഒരു പ്ലാവ് ഉണ്ടായിരുന്നു. ആ പ്ലാവിൽ ചക്ക ഉണ്ടായിരുന്നു. ആ ചക്ക തിന്നാനായിട്ട് കരടി വന്ന് പ്ലാവിൽ നല്ല കൊടിയായിരുന്നു. നല്ല എന്തെന്നാ പറയുന്നത്, കുരുമുളകിൻ്റെ നല്ല കയറി 4-5 കിലോ മുളക് കിട്ടുന്ന ഒരു കൊടി ഉണ്ടായിരുന്നു. ആ പ്ലാവിൽ രാത്രി വന്ന് ഒരു ശബ്ദം കേട്ട് എനിക്ക് നോക്കിയപ്പം ഒരു കറുത്ത രൂപം കണ്ടു. ആ രൂപം ഇങ്ങനെ നോക്കി നിന്നപ്പോൾ അത് കരടിയായിരുന്നു. ഞാൻ പേടിച്ചുള്ളിൽ കയറി. പിന്നെ അത് പിറ്റേ ദിവസം രാവിലെയാണ് ഞാൻ അങ്ങോട്ട് നോക്കിയപ്പോൾ എൻ്റെ കൊടിയൊക്കെ വന്നിട്ട് ഈ കരടി കയറി ചക്ക പറിച്ചിട്ട് ഊർന്ന് ഇറങ്ങിയിട്ട് കൊടിയെല്ലാം കണ്ണിയെല്ലാം പൊട്ടി, മരമൊക്കെ നാശമായിപ്പോയി, കൊടിവള്ളിയെല്ലാം നാശമായിപ്പോയി. ഇത് എവിടെയാണ് സ്ഥലം കറക്റ്റ്?
കറക്റ്റ് വന്നിട്ട് കൊളകമ്പയിൽ അല്ല ഈ കരടി കയറിയ പ്ലാവ് ഇതാ കാണിച്ചു തരാം. അപ്പോൾ ഏതായാലും ആ ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത്. ഇതിന് മുന്നേ ഈ പ്രദേശത്ത് ഇങ്ങനെ കരടി ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. ഇന്നലെ മിഞ്ഞാന്ന് രാത്രിയും വയലിൽ നിന്ന് കൂക്കണ്ടായിരുന്നു. ഇതിന്റെ താഴെ വയല ഒച്ച കേട്ടു, കരടിയുടെ ഒച്ച കേട്ടു. വയലിൽ നിന്ന് കൂക്കണ്ടായിരുന്നു. ഇത് കണ്ടില്ലേ ഇവിടെ സംഭവം? ഇതാ സംഭവം. ഇതാ കരടീന്റെ നഖാണിത്. ഇത് കണ്ടോ? അത് കണ്ടോ? നഖത്തിന്റെ പാടൊക്കെ ഉണ്ട് കേട്ടോ. ഈ സൈഡിലുണ്ട്. ഇതാ കണ്ടില്ലേ നാം കൊണ്ട പാടം. അതാ കണ്ടില്ലേ? ഇത് കണ്ടില്ലേ കൊടി കിടക്കണ കണ്ടില്ലേ? ഊർന്ന് ഇതാ കണ്ണിയൊക്കെ പൊട്ടി. ഇത് കണ്ടില്ലേ? ഇത് കണ്ടില്ലേ കണ്ണിയൊക്കെ പൊട്ടി. ഇതേ മുകളിൽ നിന്ന് ഊർന്നിറങ്ങിയപ്പോ വീണ മുളകൊള്ളതല്ലേ? അതാ കണ്ടില്ലേ? ഉണങ്ങിപ്പോയി. ഇത് കണ്ടില്ലേ? ഒരു ചക്ക ഉണ്ടായിരുന്നല്ലേ? ഒരു ചക്ക ഉണ്ടായിരുന്നു. ചക്കേന്റെ സീസൺ കഴിയാനായല്ലോ. അപ്പൊ ഇതിലൊരു ചക്ക ഉണ്ടായിരുന്നു. ഇത് കണ്ടില്ലേ മുളക്? കണ്ടില്ലേ? കരടി വന്നിട്ട് കയറി ഊർന്നിറങ്ങിയതാണ്. ഇപ്പോഴും കണ്ടില്ലേ? ഇത് കണ്ടില്ലേ? ഊർന്നിറങ്ങിയത് തൂങ്ങിക്കിടക്കണ കണ്ടില്ലേ? ഇതെടുത്തില്ലേ? ഇത് അപ്പൊ ഫോറസ്റ്റുകാരെ അറിയിച്ചായിരുന്നു? ഫോറസ്റ്റുകാരെ അറിയിച്ചിട്ട് എന്താ കാര്യം? ഫോറസ്റ്റുകാർക്ക് കർഷകന്റെ കാര്യത്തിലൊരു ഇതുമില്ലല്ലോ. അവർ അറിയിച്ചു കഴിഞ്ഞാൽ കർഷകന്റെ നെഞ്ചത്ത് കയറാന്നല്ലാണ്ട് വേറെ ഒന്നും അവർക്കില്ലല്ലോ. പോരാത്തതിന് ശശീന്ദ്രന്റെ അണ്ടറിലല്ലേ ഈ വനം വകുപ്പൊക്കെ വരുന്നത്. മറ്റു വന്യമൃഗങ്ങളൊക്കെ ഇവിടെ അങ്ങനെ ഉണ്ടാകാറുണ്ടോ? മാനുണ്ട്, കാട്ടാടുണ്ട്, പന്നിയുണ്ട്. പിന്നെ എന്തെന്നാ പറയുന്നത്, മാന്, പന്നി, കാട്ടാട്. പിന്നെ ഞങ്ങളുടെ ഇവിടെ അടുത്ത വീടിന്റെ അവിടെ തന്നെ കഴിഞ്ഞ ഓണത്തിന്റെ ദിവസം ഞായറാഴ്ച വന്നൊരു പുലി വന്നിട്ട് വെള്ളം കുടിച്ചിട്ട് പോയി വയലിന്ന്. പുലി? നേരിട്ട് കണ്ട? ഞങ്ങളുടെ പഴയ മെമ്പറിന്റെ വയലിലായിരുന്നു അത്. അതായത് ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ മൃഗങ്ങളും ഇവിടെ വരാറുണ്ട്. എല്ലാം ഉണ്ട്. വലിയ ബുദ്ധിമുട്ടല്ലേ കർഷകർക്കൊക്കെ? കർഷകർക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധനം നട്ട് ഉണ്ടാക്കാൻ പറ്റില്ല, തിന്നാൻ പറ്റില്ല. ഇപ്പൊ പറമ്പിൽ തന്നെ ഇപ്പൊ പോകാൻ പേടിയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ എപ്പോഴായിട്ടങ്ങൾ വന്ന് കടിച്ചു മാന്തി തിന്നാന്ന് അറിയില്ലല്ലോ. പിള്ളേരൊക്കെ വളരെ സൂക്ഷിച്ചിട്ടാ വിടുന്നത്. സ്കൂളിലൊക്കെ പോകുന്നവരല്ലേ? നടന്നൊക്കെ പോകുന്നല്ലേ? സ്കൂളിൽ പോകുന്നവരും രാത്രിയൊന്നും ആരും പുറത്തേക്ക് ഇറങ്ങാറില്ല ഇവിടങ്ങളിൽ, ഈ കരടീനെ പേടിച്ചിട്ട്. ഈ കരടി കഴിഞ്ഞ 2 ദിവസം മുമ്പ് വന്നിട്ട് പട്ടഞ്ചിറ, അതായത് ഞങ്ങളുടെ ടൗണിൽ നിന്ന് ലേശം അപ്പുറത്ത് വന്നിട്ട് ഒരു എന്തെന്നാ പറയുന്നത്, ഒരു വീടിന്റെ മുമ്പിൽ ചക്ക തിന്നുന്നത് വീഡിയോ ഉണ്ടായിരുന്നു. അങ്ങോട്ട് നമ്മൾ പോകുന്നുണ്ട് കേട്ടോ. ഏതായാലും ഇതാണ് ഇവിടെ നമ്മൾ വന്നപ്പോൾ കണ്ടതുണ്ടോ, ഈ ഒരു കൊടിമരം മുഴുവൻ ഊർന്നിറങ്ങിയപ്പോൾ, കരടി ഊർന്നിറങ്ങിയപ്പോൾ പോയതാണ്. ഈ മരത്തെ കൂടെ ഒക്കെ കരടിയുടെ നഖത്തിന്റെ പാടുകളൊക്കെ ഉണ്ട് കേട്ടോ. നിരവധി പാടുകളുണ്ട്. നമുക്കിത് ഇവിടെ വന്ന് കറക്റ്റ് കാണുകയും ചെയ്യാം, നേരിട്ട് കാണുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും നിരവധി ആളുകൾ കരടിയെ നേരിട്ട് കാണുന്നുണ്ട്. കരടി ഇങ്ങനെ നാട്ടിലൂടെ ഇങ്ങനെ ജനവാസ മേഖലയിലൂടെ ഒരു തടസ്സങ്ങളും ഇല്ലാതെ, അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ഇങ്ങനെ കൊടി അത് സൈറ്റ് കിട്ടുമോ? ഏതാ കൊടി ഒടിഞ്ഞിരിക്കുന്ന സൈറ്റ് കിട്ടുമോ? അതെ. അവിടുന്ന് മോളിൽ നിന്നുള്ള ഒടിഞ്ഞ് ഒന്ന് വന്നല്ലേ? ഇവിടെ കണ്ടോ തൂങ്ങിക്കിടക്കണോ? അതെ. ഒത്തിരി മുളക് കിട്ടുന്ന കൊടിയായിരുന്നായിരിക്കും അല്ലേ? 4 കിലോ മുളക് കൊല്ലം പ്രതീക്ഷിച്ചായിരുന്നു ഈ മരത്തിൽ നിന്ന് തന്നെ. ഉണക്കമുളക് ഇപ്പോൾ മുളകിന് എത്ര രൂപ വിലയുണ്ട്? 700 രൂപ മേലെയുണ്ട്. അതെ. ഇങ്ങനെ ഓരോ സംഭവങ്ങൾ കേട്ടോ. പല പല കാർഷികവിളകളാണ് വന്യമൃഗങ്ങൾ ഇങ്ങനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പലരും ഇത് റിപ്പോർട്ട് പോലും ചെയ്യുന്നില്ല കേട്ടോ. ഇതൊന്നും റിപ്പോർട്ട് ചെയ്ത കാര്യങ്ങളല്ല. ഞാനിവിടെ വന്നപ്പോൾ യാദൃശ്ചികമായിട്ട് കണ്ടതാണ്. ഇവിടെ ചക്കക്കുരു അടങ്ങിയ ഒരു കാഷ്ടം നമുക്കിവിടെ കാണാം. അത് കരടിയുടെ ആണെന്നാണ് അവർ പറഞ്ഞത്. എനിക്കതിനെക്കുറിച്ച് കൃത്യമായിട്ട് അറിയത്തില്ല, പക്ഷേ ഇതിലേക്കുണ്ട് കേട്ടോ. അപ്പോൾ അവർ പറയുന്നത് അതിൻ്റെ തന്നെ ആകാനേ സാധ്യതയുള്ളൂ. ഈ പറമ്പിൽ ഒരു ചക്ക ഉള്ളത് കരടിയാണ് കൊണ്ടുപോയിരിക്കുന്നത്, അപ്പോൾ അത് തന്നെ ആകാനേ സാധ്യതയുള്ളൂ എന്ന് പറഞ്ഞത്. ഇത് ഈ ഒരു പ്രദേശത്ത്, ഇവിടെ താഴെ പ്രദേശത്തൊക്കെ സ്ഥിരമായി വരുന്നുണ്ടെന്ന് തന്നെയാണ് അവർ പറഞ്ഞത്. രാത്രിയൊക്കെ കരടി ഒച്ച ഉണ്ടാക്കി, അല്ലെങ്കിൽ ഇത് കൂവുന്ന ഒരു ഒച്ച. അപ്പോൾ ഞാനൊരു സൗണ്ട് കേൾപ്പിച്ച് കൊടുത്തിരുന്നു. ആ സൗണ്ട് ഞാൻ നിങ്ങളിപ്പോൾ കേൾപ്പിച്ചു തരാം. അതേ രീതിയിലുള്ള സൗണ്ട് കേൾപ്പിച്ച് കരടി ഇതിലെ പോകുന്ന ഒച്ചയൊക്കെ കേട്ടു എന്നാണ് അവർ പറഞ്ഞത് കേട്ടോ. ഞാനിപ്പോൾ ഏതായാലും ആ ഒരു പ്രദേശത്ത് നിന്ന്, കുടുക്കിയിൽ നിന്ന് മാറി പട്ടഞ്ചിറ എന്ന് പറയുന്ന പ്രദേശത്താണുള്ളത്. ഈ പ്രദേശത്ത് വെച്ചാണ് നമ്മൾ നേരത്തെ കണ്ട ആ ഒരു വീഡിയോ പകർത്തിയ ആ ഒരു വീടുള്ളത്. നമുക്ക് അവരോടും ഇതിനെക്കുറിച്ച് ഒന്ന് ചോദിച്ച് മനസ്സിലാക്കാം കേട്ടോ. നിരവധി വീടുകളുള്ളൊരു പ്രദേശമാണ്.
അപ്പം നമ്മളിപ്പോൾ ആ ഒരു സംഭവം നടന്ന വീട് ഈ കാണുന്ന വീടാണ്. ഞാനിവിടെ വരുമ്പോൾ തന്നെ റോഡിലൂടെ ഇവിടെയൊക്കെ ചക്കക്കുരുവുള്ള കാഷ്ടങ്ങൾ ഇവിടെയൊക്കെ റോട്ടിലൊക്കെ കാണാം. അത് കരടിയുടെ തന്നെയാണെന്നാണ് ഇവരെല്ലാവരും സംസാരിച്ചത് കേട്ടോ. ഇതുണ്ടോ, ഇതുപോലെ ഇതിന് സമാനമായിട്ടുള്ള ഒരു ഇത് തന്നെയാണ് നമ്മൾ തൊട്ട് മുന്നത്തെ വീഡിയോയിലും ആ ഒരു പ്രദേശത്തു നിന്നും കണ്ടത്. അതായത് ഈ വീട്ടിലാണ് ആ ഒരു വിഷ്വൽ കിട്ടിയിരിക്കുന്നത്. നമുക്ക് ഏതായാലും അവരോട് തന്നെ ചോദിക്കാം. ചേട്ടൻ്റെ പേരെങ്ങനെയാണ്? വിശ്വനാഥൻ. ഈ സ്ഥലത്തിൻ്റെ പേര്? പിന്നെ പട്ടഞ്ചിറ, കളന്നൂർക്കുന്ന്. പട്ടഞ്ചിറ അല്ലേ? ഇത് കഴിഞ്ഞ ദിവസം എപ്പോഴാണ് ഈ സംഭവം നടന്നത്? കഴിഞ്ഞ ദിവസം പറഞ്ഞാൽ മെഞ്ഞാന്ന് ഒരു 12 രാത്രി 12. എങ്ങനെ ഒച്ച കേൾക്കുവാണ് ഇത്? അങ്ങനെ പറഞ്ഞാൽ കരടി വന്ന് ചക്ക പറിച്ചു, പിന്നെ ഒരു ബക്കറ്റിൻ്റെ നടിയിൽ അതും തട്ടിയിട്ടപ്പോൾ ഭാര്യ പറഞ്ഞു എന്തോ സൗണ്ട് കേൾക്കുന്നുണ്ട്, നമുക്ക് പോയി നോക്കാം. അപ്പോൾ ഞങ്ങൾ ലൈറ്റൊക്കെ ഇട്ട് പോയി നോക്കുമ്പോൾ കരടി ഒരു ചക്ക പറിച്ചിട്ട് ഇങ്ങനെ കടിച്ചു പറിച്ച് തിന്നാം. അപ്പോൾ അത് വെച്ചിട്ട് ഞങ്ങൾ പോയപ്പോൾ അത് ഓടി. നിങ്ങൾ പെട്ടെന്ന് ഇത് കണ്ടപ്പോൾ ഞെട്ടിയേ? കട്ടിന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് പന്നി വരുന്നതുകൊണ്ട് വലിയ പേടിയൊന്നുമില്ല. എന്നിട്ട് ഞങ്ങൾ പന്നിയായി സംശയിച്ചു. അപ്പോൾ കുമ്പിട്ട് നിന്നൊക്കെ നൂർന്ന് നോക്കിയപ്പോൾ ഞാൻ കൈയിട്ട് ഇങ്ങനെ നൂർന്ന് നോക്കിയപ്പോഴാണ് കരടി എന്നുള്ള മനസ്സിലായി. അപ്പോൾ വെച്ചിട്ട് ഓടിയപ്പോൾ ഞങ്ങൾ വീണ്ടും പിന്നെ വന്ന് കിടന്നു കഴിഞ്ഞ് ഒരു കുറച്ച് അത് ലേശം ഞങ്ങളൊന്ന് കിടന്നു കഴിയുമ്പോഴേക്ക് പിന്നെയും വന്നു. വച്ചിട്ടപ്പോൾ ഓടി. അത് ആദ്യം തന്നെ നിങ്ങൾ വീഡിയോ എടുത്തായിരുന്നോ? ഇല്ല, ആദ്യം വീഡിയോ എടുത്തില്ല. അപ്പോൾ മോണിച്ചില്ല. കരടി പോയതിന് ശേഷമാണ് മോനെടുത്തത്. പിന്നെ രണ്ടാമത് വന്ന് ഞങ്ങൾ കിടന്ന് കുറച്ച് കഴിയുമ്പോൾ പിന്നെയും ഭാര്യ പറഞ്ഞു പിന്നെ സൗണ്ട് കേൾക്കുന്നുണ്ട് പറഞ്ഞു. പിന്നെ ലൈറ്റ് ഇട്ട് പോയി നോക്കുമ്പോൾ കരടി ചക്ക കടിച്ചിങ്ങനെ പറിക്കുന്നുണ്ട്. അപ്പോൾ പറഞ്ഞു മുണ്ടണ്ട, മോനെ വിളിക്കാറുണ്ട്. അങ്ങനെ മോനെ വിളിച്ച് വീഡിയോ ഒക്കെ എടുത്ത് കുറേ നേരം കണ്ട്, പിന്നെ പേരക്കുട്ടിനെയൊക്കെ ഉണ്ട് അവരൊക്കെ വിളിച്ച് കാണിച്ച് കുറേ നേരം കഴിഞ്ഞ് അങ്ങനെയാണ് പിന്നെ ഞങ്ങൾ വെച്ചിട്ട് പിന്നെ കരടി സവാസം നടന്നങ്ങനെ പോയി. അങ്ങനെ അപ്പോഴാണ് വീഡിയോ എടുത്തത്. കുറേ നേരം ഇവിടെ ഉണ്ടായിരുന്നു. കുറച്ച് നേരം ഞങ്ങൾ അത് കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ കുറച്ച് നേരം നിർത്തിയതാ. പിന്നെ വെച്ചിട്ട് പോയപ്പോൾ കരടി പോവുകയും ചെയ്തു. അല്ലേ? ഇത് എവിടെ സ്ഥലം? കറക്റ്റ് വന്നാൽ എവിടെയാ? അഭിലാമിൻ്റെ വീട്ടിൽ. അവിടെയാ? അങ്ങോട്ട് പോകാം. ഈ വീടിൻ്റെ നമ്മളിപ്പോൾ ഈ വീട് കണ്ടല്ലോ, വീടിൻ്റെ ഇന്നലെ ഫോറസ്റ്റുകാരൊക്കെ വന്നിരുന്നു. അല്ലേ? അപ്പം തന്നെ നിങ്ങൾ ഫോറസ്റ്റുകാർ പിറ്റേ ദിവസം രാവിലെ അറിയിച്ചാ? ഇവിടെയാണ് കേട്ടോ വന്ന്. ഇതാ കരടി കയറിയോ പടക്കം? കയറിയ മരത്തെ കയറിയ പാടുണ്ടല്ലേ? എവിടെയാ ചക്ക? എവിടെയാണെന്ന്? ചക്കട ചിലല്ലേ? ഇതാ പറിച്ചേ? അതാ പറിച്ചത്. അതിൻ്റെ ഇപ്പുറത്തുള്ള പറിച്ചത്. ഇത് ഞങ്ങൾ വെട്ടിച്ചടിച്ചത്. 2 ചക്ക ഞങ്ങൾ വെട്ടിച്ചടിച്ച് പറിച്ചു. ഇതാ പറിച്ചല്ലേ? 3 ചക്ക ഉണ്ടായിരുന്നു. ഇതിന്റെ മുകളിൽ വരെ കയറി ഉണ്ടാവും. അതാ ഇവിടുന്ന് പറിച്ചിട്ടത്. ഓഹോ. ഇതിലൊക്കെ ഇവിടെ ഇരുന്നാ തിന്നത്. നഖത്തിന്റെ പാടുകളുണ്ട് കേട്ടോ. അല്ല, നഖത്തിന്റെ പാടുണ്ടെന്ന് പറഞ്ഞ. പറിച്ചിട്ട് ഇവിടെ തന്നെ ഇട്ട്? അവിടെ ഇരുന്നിരുന്നു. ഇന്നലെ വൈകുന്നേരമാണ് ചക്കയൊക്കെ ഒഴിവാക്കിയത്. ചക്ക കിടക്കുന്നുണ്ടായിരുന്നല്ലോ ഇവിടെ? ഇവിടെ ഇട്ടാ ചക്കക്കുരു ഒക്കെ കിടപ്പുണ്ട്. എന്നിട്ട് പിന്നെ എങ്ങോട്ടാ? ഏത് ഭാഗത്തേക്കാ പോയത്? ഇങ്ങനെ പോയി പുറവശത്തേക്കാ പോയി? പുറവശത്തേക്ക്. അതിൽ തന്നെ വന്നത്. അതിൽ 2 പ്രാവശ്യം പോയത് അതിൽ തന്നെ. ഓഹോ. കാൽപ്പാടും എല്ലാം കിട്ടിയാ? കാൽപ്പാടുണ്ട് അവിടെ. ഇപ്പോൾ പോയിന്നറിയില്ല. ഇപ്പം മെഞ്ഞാന്നൊക്കെ ഉണ്ടായിരുന്നു. ഇതാണ് കാൽപ്പാട്. ഇതാണ് കാൽപ്പാട്. വീഡിയോ കിട്ടിയില്ല ഇപ്പോൾ. അവിടെ കാൽപ്പാടില്ല. അവിടെ കട്ടി കൂടിയ സ്ഥലത്താണ് ചവിട്ടിയത്. അല്ല, അത് പെരിച്ചാഴി വന്നിയതാ. ഇതുള്ളേ ഏതാ? ഇതാ ഒരു ചവിട്ട്. ഈ ചപ്പിൻ്റെ ഇതല്ലേ? എന്താ ഇതിലിങ്ങനെയാ പോയല്ലേ? അതിലിങ്ങനെ പോയി. ഇതിന് മുന്നേ ഈ പ്രദേശത്ത് കരടിയെ കണ്ടിട്ടുണ്ടോ? ഈ പ്രദേശത്തിൽ പിന്നെ പലരും കണ്ടിട്ടുണ്ട്. പാടത്തോകത്ത് കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഇടക്കുടുക്കിയിൽ പിന്നെ ശങ്കരൻ എന്ന് പറഞ്ഞ ആൾ കണ്ടിരുന്നു പറഞ്ഞു. പിന്നെ ഇന്നിപ്പോൾ ഞാനിപ്പോൾ ഒരു വീട്ടിൽ പോയി. ആ വീടിൻ്റെ മരത്തെ കയറി പ്ലാവ് ചക്കയൊക്കെ പറിക്കുന്ന ആ പുള്ളി നേരിട്ട് കാണുകയും ചെയ്തു. ഇന്നലെ രാത്രി ഫോറസ്റ്റുകാർ വന്നിരുന്നു. അവർ പറഞ്ഞു രാത്രി വരികയാണെങ്കിലും ഞങ്ങൾ വിളിക്കണം. അത് ഞായറാഴ്ച രാത്രിയായിരുന്നു. ഞായറാഴ്ച വെളുപ്പിന് ശരി സംഭവമാണ്. പലരും കാണുന്നുണ്ടല്ലേ? പലരും കാണുന്നുണ്ട്. ഈ പ്രദേശത്ത് ഉണ്ട് കരടി. അല്ലേ? ഇപ്പൊ കരടിയൊക്കെ ഇങ്ങനെ മനുഷ്യരെ വലിയൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അറ്റാക്ക് ചെയ്യുന്ന ഒരു ജീവിയല്ലേ? മനുഷ്യരെ ഉപദ്രവിക്കുന്ന ജീവിയല്ലേ? അതെ, മനുഷ്യരെ ഉപദ്രവിക്കുന്നതാണ്. ഇങ്ങനെ പൊതുവായിട്ട് ഇങ്ങനെ നടക്കാന്ന് പറയുമ്പോ അല്ലേ? അതെ, അതെന്താ പറയുക, നമ്മൾ ഈ തോട്ടലും പറമ്പിലൊക്കെ പണിയെടുക്കുന്ന ആൾക്കാരല്ലേ. എവിടെ ഉണ്ടാവും എന്തുണ്ടാവും എന്ന് പറയാൻ പറ്റില്ല. പിന്നെ കരടിക്ക് മൊത്തത്തിൽ ഉറക്കം കുറവെന്നാണ് പറയുന്നത്. അതെ അതെ, കുറച്ചുകാരാണ് പറയുന്നത്. അതിലും രാത്രിയും എപ്പോൾ ആണെങ്കിൽ നടക്കാം. ഒരു ആന വരുന്നതിലും കഷ്ടമല്ലേ അത്? അത് പിന്നെ ആനയുടെ സൗണ്ട് കേൾക്കാം. ഇതിപ്പോ പെട്ടെന്നാകുമ്പോൾ അതെ അതെ അതെ, ഇത് മനുഷ്യനെ ഉപദ്രവിച്ച് കൊല്ലുമെന്നൊക്കെ പറയുന്നത്. അത് പറഞ്ഞാൽ അടുത്ത ഇത് ഇങ്ങനെ കെട്ടിപ്പിടിക്കുന്ന പറഞ്ഞത്.
അതാ കാൽപ്പാട് നോക്കി ഇവിടെ നോക്കുമ്പോൾ കറക്റ്റ് മനസ്സിലാകും കേട്ടോ. ഇന്നലെ അവരൊക്കെ ഫോട്ടോ എടുത്ത് പോയിട്ടുണ്ട് കുറച്ചവർക്ക്. എനിക്കൊരു മനുഷ്യൻ്റെ കാൽപ്പാട് പോലെ അല്ലേ? മനുഷ്യൻ്റെ അത് ഏറെക്കുറെ ഇതിങ്ങനെ നമ്മുടെ ഇങ്ങനെ ചവിട്ടുക, ഇങ്ങനെ പാദം ഉണ്ടാവുമല്ലോ ഇതിന്, പാദം പോലെ അല്ലേ? അതല്ല അത് എണിച്ചൊക്കെ നിൽക്കുന്നത് പാദം പോലെ. അതായത് നിങ്ങളെ കണ്ടിട്ട് അത് ഒന്ന് ഒച്ചയൊന്നും ഉണ്ടാക്കിയില്ലല്ലേ? നമ്മൾ കണ്ടിട്ട് ഒരു ഒന്നുമില്ല, നമ്മളെ ഭാഗത്തൊന്നുമില്ല, നമ്മളൊന്ന് നോക്കിയെന്ന് മാത്രമേ. അല്ല ഇപ്പം ഇതിന് മുന്നേ ഞാൻ ഒരാളുടെ വീഡിയോ എടുത്തായിരുന്നേ, അവർ പറഞ്ഞ് രാത്രിയൊക്കെ വലിയ ഒച്ച ഉണ്ടാക്കി പോകുന്നുണ്ടെന്ന്. അതിങ്ങനെ അങ്ങനെ അങ്ങനെ നമ്മൾ അറിയാൻ തന്നെ. അതെ അതെ. മറ്റ് വന്യമൃഗങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ, വന്യമൃഗങ്ങൾ എന്ന് പറഞ്ഞാൽ പന്നിയുണ്ട്, മാനുണ്ട്, കുരങ്ങിനെ കൊണ്ടാണെങ്കിലും ഒരു രക്ഷയില്ല. ഇപ്പൊ രാവിലെ നേരം മിക്കവാറും വരും, ഒരു സാധനം വെച്ചേക്കില്ല. എന്താ വെച്ചാൽ കൃഷി മേഖലയിൽ ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയല്ല. പന്നിയുണ്ട്, പന്നിയും കുരങ്ങും. ഇപ്പൊ ഈ ചീരാൽ മേഖലയിൽ പുലിയും അല്ലാണ്ടുണ്ടല്ലോ. ചീരാൽ മേഖല ഇപ്പൊ സ്കൂളിന്റെ അവിടെയൊക്കെ പുലി പശുവിനെയൊക്കെ വളർത്തുന്നില്ല, അപ്പൊ നിങ്ങൾക്ക് പേടി ഉണ്ടാവില്ല? വലിയ പ്രശ്നം തന്നെയാണ്. രാത്രി അപ്പൊ ഉറക്കൊന്നും. അതിപ്പോ ഞങ്ങള് ലൈറ്റ് ഒക്കെ ഇട്ടിട്ട് എന്തെങ്കിലും സൗണ്ട് കേട്ടോ എണിച്ച് കയറില്ല, എല്ലാം ഇപ്പൊ എന്ത് ചെയ്യാനാ? ഇതിലേട്ടാണ് പിന്നെ അടച്ചുറപ്പൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ സാമ്പത്തിക മേലൊക്കെ നോക്കിയിട്ട് ചെയ്യണ്ടേ? ഇപ്പൊ വേറെ നിർത്തിയില്ലല്ലോ അല്ലേ? ഇപ്പൊ ഒരു ആടും കൂടെ ഉണ്ടാക്കി 55,000 റുപ്യ ആയി. ഇനിയിപ്പോ ഇതൊക്കെ ചെയ്യണമെങ്കിൽ ഇതിന് അതിനനുസരിച്ച് പൈസ വേണം. കൃഷി വലിയ ബിസിനസ് മാതിരി ചെലവ് കയറും അല്ലേ? അത് തന്നെ പറയുന്നത്. അങ്ങനെ മുടക്കാനുള്ള സാമ്പത്തികം നമുക്ക് വേണ്ട. അതെ അതെ അതെ. ഏതായാലും നമ്മളിപ്പോൾ ഇവിടെ വന്നു. ഈ ഒരു പ്ലാവിൻ്റെ ചുവട്ടിലാണ് കരടി ഇരുന്നതും ഈ പറയുന്ന പോലെ ആ ഒരു ചക്ക പറിച്ച് തിന്നുന്ന ആ ഒരു രംഗങ്ങളൊക്കെ നമ്മൾ കണ്ടത് കേട്ടോ. അതിൽ അവിടെ നിന്ന് നേരെ ഇങ്ങോട്ടാണ് പോയത്. നമ്മളിവിടെ കാൽപ്പാടും കാര്യങ്ങളൊക്കെ കണ്ടു. ഇതിലിങ്ങനെ ഈ പ്രവസ്ഥയ്ക്കാണ്. ഇങ്ങോട്ടൊക്കെ വീടുകളുള്ളതല്ലേ? ഇല്ല, അങ്ങോട്ട് വീട്ടില്ല, അങ്ങോട്ട് കോളനി. ഇത് ഞങ്ങളുടെ സ്ഥലമാണ്, നേരെ താഴെ. കോളനിയാണ്. കോളനി അതായത്. അത് കഴിഞ്ഞിട്ടോ? അത് കഴിഞ്ഞ് നേരെ അക്കരക്കുന്നായി. അവിടെ ഒരു പിന്നെ വയലൊരു കുറഞ്ഞ വയലാണ്. പിന്നെ നേരെ അക്കരയ്ക്കൊക്കെ ഒരുപാട് വീട്ടുണ്ട് അല്ലേ? ഇവിടെ എവിടെയാ ഏറ്റവും അടുത്ത് ഫോറസ്റ്റ് എവിടെയുള്ളത്? ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ കുടിക്കിൻ്റെ അപ്പുറം, ടൗണിൻ്റെ അപ്പുറം 2 കിലോമീറ്ററിൻ്റെ 2-2.5 കിലോമീറ്റർ ദൂരെയാണ് ഫോറസ്റ്റ് ഉണ്ട് അല്ലേ? ആനയൊന്നും കൂടെ അങ്ങനെ വരുന്നില്ല? ആനയൊന്നും ഇതുവരെ വന്നിട്ടില്ല. ഇനിയിപ്പോൾ വരില്ലാന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ബാക്കിയെല്ലാം ജീവിയായി. ബാക്കിയെല്ലാം ആയി. ഒരു തുറന്ന കാഴ്ച ബംഗ്ലാവ് പോലെ അല്ലേ? അതെ. പന്നിശല്യം അതുപോലെ തന്നെ ഈ മൃഗത്തെ ശല്യം ഭയങ്കര കൂടുതൽ. കുരങ്ങും പന്നിയാണ്. ഇപ്പോൾ നമ്മൾ കുറച്ച് കാപ്പിത്തൈയൊക്കെ വെച്ചിട്ടുണ്ട് താഴെ വയലൊരു 72 സെൻറ്റ്. അതുപോലെ ട്രാക്ടർ പൂട്ടിയ പോലെയാണ് പൂട്ടി വെച്ചിരിക്കുന്നത്. അത് പിന്നീട് ഒരു പണിയെടുക്കാൻ പറ്റാത്തൊരു രീതിയിലാണ്. അതിപ്പോൾ എത്ര ചെലവ് ചെയ്ത് നമ്മൾ ചെയ്തിട്ട് ചെയ്യാറുണ്ടോ? നെല്ല് ചെയ്യാറുണ്ടോ? നെല്ലില്ല. ഞങ്ങൾ കൊല്ലി വയൽ വന്നിട്ട് നെല്ലില്ല. വാഴയും വാഴ കൃഷിയൊക്കെ ചെയ്ത് ഒഴിവാക്കി. എന്താ കാരണം? ഈ കുരങ്ങ് കാരണം. കുരങ്ങെന്ന് പറഞ്ഞാൽ തൈ വരുമ്പോഴും ചീന്തിക്കളയും, കൊല വന്നാലും ഇരിഞ്ഞു കൊണ്ടുപോകും. പിന്നെ ആ കൃഷിയൊക്കെ ഒന്നും ചെയ്യാനും പറ്റില്ല. അതിപ്പോൾ ഞങ്ങൾ മാത്രമല്ല, ഇവിടെ ഒരു 4-5 ആൾക്കാരൊക്കെ കൃഷി ഒഴിവാക്കി, വാഴ കൃഷി ഒഴിവാക്കി. അതൊക്കെ ദർശായി കിടക്കുകയാണ്. അതുപോലെ കുരങ്ങ് ഒരു തീറ്റപ്പുല്ല് വരെ, പശുവിന് തീറ്റപ്പുല്ല് വരെ ഉണ്ടാകില്ല. അത് മുഴുവൻ കൂമ്പ് ചീന്തി ചവച്ച് അരച്ച് കളയുന്നൊരു സ്വഭാവമാണ്. അതുപോലെ കാപ്പി തൈൻ്റെ കൂമ്പ് ഒടിച്ച് കളയുക. ഇങ്ങനെയുള്ള വലിയ വലിയ ശല്യങ്ങളാണ് നമ്മുടെ ഈ പ്രദേശത്തുള്ളത്. ഒരാൾക്ക് നല്ല എല്ലാവർക്കും കൃഷി ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയിലാണ്. ഇപ്പോൾ റോഡിൽ ഞാനിപ്പോൾ വരുമ്പോൾ ഒരു കാഷ്ടം കണ്ടത് അത് കരടിൻ്റെ കരടിൻ്റെയാണ്. ഇതുപോലെ തന്നെ ആദ്യത്തെ വീട്ടിലും കണ്ടിട്ടുണ്ട്. അത് തന്നെ. ഇപ്പോൾ ഇതൊക്കെ കരടി എന്ന് പറയുമ്പോൾ ചക്ക തന്നതുകൊണ്ട് ഞങ്ങൾ നേരിട്ട് കണ്ടു. പിന്നെ ഇപ്പോൾ ഇതിലൊക്കെ വന്ന് പോകുന്നത് നമുക്ക് രാത്രി അറിയുന്നില്ല. അറിഞ്ഞില്ല. അതുകൊണ്ടാണ് ഇപ്പം അതുകൊണ്ടാണ് അറിയുന്നത്. പിന്നെ ഇന്നാളിപ്പോൾ അത് കണ്ടപ്പോൾ ഞാൻ ചക്കക്കുരുവും ചാണകം കൂടി കണ്ടപ്പോൾ സംശയമായി അത് കരടി തന്നെയാണ്. അതിന് മുന്നെയാണ് അത് കണ്ടേ? ഇതിന് മുന്നേ ഇവിടേക്ക് വന്നത് ഈ ബാക്ക് കൂടിയാ. ഇതിന് മുന്നേ റോഡ് കൂടി പോയിട്ടുണ്ട്. ഇന്നലെ ഞങ്ങൾ പാലെടുക്കാൻ പോയപ്പോൾ അവിടുത്തെ താത്ത പാലെടുക്കാൻ പോയപ്പോൾ അവരുടെ ഭാഗത്ത് പുറ്റൊക്കെ വാന്തി പൊളിച്ചിട്ടുണ്ട്. ചതൽപുറ്റ് വാന്തി പൊളിക്കുന്നുണ്ട്. അപ്പൊ ഈ പ്രദേശത്ത് എവിടെയൊക്കെ ഉണ്ട് കരടി. രാവിലെ ഞങ്ങൾ പരാതി കൊടുത്തിരുന്നു. പരാതി കൊടുത്തപ്പോ അത് ഓൺലൈൻ വഴി മാഷ് ചെയ്തതാണ്. അപ്പോൾ പിന്നെ അപ്പോൾ തന്നെ കുന്താണിന്ന് 2 ഫോറസ്റ്റുകാർ വന്നു, ഉച്ചയ്ക്ക് വന്നു. അവരന്വേഷിച്ച് വന്നു, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി, അഥവാ ഇനി ശല്യം കൂടുതൽ നമുക്ക് ക്യാമറ വെക്കാം എന്നൊക്കെ പറഞ്ഞ് അവരെ നല്ല ഒരു സപ്പോർട്ടാണ് ഉണ്ടായിരുന്നത്. അതുപോലെ പിന്നെ രാത്രി പിന്നെ ഒരു നൈറ്റിൽ വർക്ക് ചെയ്യുന്ന ഫോറസ്റ്റുകാർ വന്നു, ജീപ്പിൽ വന്നു. അവർ വന്ന് ഇവിടെ ഇതൊക്കെ പിന്നെ കരടി വന്നതും പിന്നെ മാന്തി കയറിയതൊക്കെ നോക്കി. അപ്പോൾ അവർ പറഞ്ഞു രാത്രി എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ വരികയാണെങ്കിൽ ഞങ്ങളെ വിളിച്ചാൽ മതി, ഞങ്ങൾ ഈ റൂട്ടിലുണ്ടാവും. അപ്പം അവരെ വന്ന് നല്ലൊരു ഇതാണ് കിട്ടിയത്. ഏതായാലും നമ്മൾ ആ ഒരു വീട്ടിൽ പോയി അതുപോലെ തന്നെ കരടി വന്ന ആ പ്രദേശം കണ്ടു. ആ മരത്തിൽ കരടിയുടെ നഖത്തിൻ്റെ പാടുകൾ കണ്ടു. അവരെടുത്ത ആ വീഡിയോ നമ്മൾ കണ്ടു. അതിൽ കൂടുതൽ തെളിവൊന്നും നമുക്ക് വേണ്ട. പിന്നെ ഈ റോഡിൽ കടുവയുടെ കാഷ്ടമൊക്കെ കാണാം. ഈ റോഡൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥിരമായി ആളുകൾ സഞ്ചരിക്കുന്ന അല്ലെങ്കിൽ ഇതിലെ പാസ് ചെയ്യുന്ന പിള്ളേരടക്കം സഞ്ചരിക്കുന്ന വഴിയൊക്കെയാണ്. നിരവധി വീടുകളുള്ള ജനവാസ കേന്ദ്രം തന്നെയാണിത്. കാടൊക്കെ ഇവിടുന്ന് 2 കിലോമീറ്റർ മാറിയിട്ടൊക്കെയാണുള്ളത്. വലിയ ബുദ്ധിമുട്ടിൽ തന്നെയാണ് ചീരാൽ പ്രദേശത്തുള്ള ആളുകളുള്ളത്.
ഇത്രയും നാളും പുലിയായിരുന്നു ഇവരുടെ ഏറ്റവും വലിയ ബുദ്ധിമുട്ടെന്ന് പറയുന്നത്. കഴിഞ്ഞ 4 മാസമായിട്ട് പുലിയുടെ ശല്യമായിരുന്നു. ഇപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ കരടിയായി മാറിയിരിക്കുകയാണ്. ഇത്തരത്തിൽ വന്യമൃഗ പ്രശ്നം കൊണ്ട് പൊറുതിമുട്ടി നിൽക്കുകയാണ് ചീരാൽ പ്രദേശത്തുള്ള ആളുകൾ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമുണ്ട്. അപ്പോൾ ഏതായാലും ഇത്രയൊക്കെയാണ് നമുക്ക് വീഡിയോയിലൂടെ കാണിക്കുന്നത്. അപ്പോൾ വീണ്ടും മറ്റൊരു ദിവസം മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു.